ക്ലിയറല്ലേ പണി സൗണ്ട്? ബഹുമാന്യ ക്ലബ് ബോർഡിയുടെ സെക്രട്ടറി പറഞ്ഞു അനുഗ്രഹീത കലാകാരൻ. ശരിയാണ്, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കഥാപ്രസംഗ രംഗത്ത് ശോഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ നമ്മുടെ മധ്യസ്ഥർ പറഞ്ഞ പോലെ കഥാപ്രസംഗം പഠിച്ചിട്ടില്ല. ഇവിടെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയും. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഈ കഥ അന്യം നിന്ന ഈ കല പുനർജനിക്കുന്നതിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തുകയാണ്. സഹോദരി, നിങ്ങൾക്ക് ക്ലബ് ബോർഡയുടെ അഭിവാദനങ്ങൾ. അഭിവാദനങ്ങളർപ്പിക്കുന്നു ആദരണീയർക്കഭിവാദ്യം. അഭിവാദനങ്ങളർപ്പിക്കുന്നു ആദരണീയർക്കഭിവാദ്യം. ഗതം സുസ്വാഗതം സ്വാഗതം അർപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾ പാടുകയാണ് പുതിയൊരു ജീവന സംഗീതം. ഇവിടെ ഞങ്ങൾ പാടുകയാണ് പുതിയ ജീവന സംഗീതം. ഇവിടെ ഞങ്ങൾ കൊടുക്കുകയാണ് പുതിയ സംസ്കാര ദീപങ്ങൾ. ഇവിടെ ഞങ്ങൾ കൊടുക്കുകയാണ് പുതിയ സംസ്കാര ദീപങ്ങൾ. ഇവിടെ ഞങ്ങൾ തിരിക്കും വഴികൾ ഇതിഹാസത്തിൻ നേരും. ഇവിടെ ഞങ്ങൾ തെളിക്കും വഴി ഇതിഹാസത്തിൻ തണലിരിയാൻ. ഇരുളീണ മനസ്സിൻ ചിന്തയിൽ നവപ്രഭാതം പുലരുന്നു. ഇരുളു വീണ മനസ്സിൻ ചിന്ത നവപ്രഭാതം വിരിയുന്നു. ലപ്പോറാ ലപ്പോറാ സഹൃദയരെ, എന്റെ കഥയുടെ പേര് ദുഃഖപുത്രി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ കഥയുടെ പ്രത്യേകത. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നും ഞാൻ വേരോടെ ചീന്തി എഴുത്തതാണി കഥ. വേദനത്തോടെ എഴുത്തതാണി കഥ. വേദന നീങ്ങുന്നൊരു സമൂഹം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടൊരു സമൂഹം, അനുസരണയില്ലാത്ത സ്നേഹമില്ലാത്ത സ്നേഹം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹം. ആ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് നേരെ ഞാൻ എന്റെ കഥ തൊടുത്തുവിടുകയാണ്. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നും വേരോടെ ചീന്തി എഴുത്തതാണി കഥ. പക്ഷെ ഒരു കാര്യം ഒക്കെ പറയാൻ കഴിവില്ല എനിക്കിന്ന്. ആ ഗതി കേടിനു മാപ്പ് ചോദിക്കുന്നു ഞാൻ. ഒക്കെ പറയാൻ കഴിയില്ല, ഒക്കെ പറയാൻ കഴിയില്ല എനിക്കെന്ന്. ആ ഗതി കേടിന് മാപ്പ് ചോദിക്കൂ ഞാൻ. എന്റെ ഈ കഥ നടക്കുന്നത് വൈക്കം താലൂക്കിൽ പൂത്തേട്ട എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ. അത് നമുക്ക് അതിമനോഹരമായൊരു ഗ്രാമം. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അവിടെ കാക്കകളുടെ ചിലരാരവം, നദികൾ, പുഴകൾ, വൈക്കം കായലിനോട് ചേർന്ന് കിടക്കുന്ന ആ കൊച്ചു ഗ്രാമം സമൂഹത്തിലെ സുന്ദരമായ ഗ്രാമം. അവിടെ നോക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലാവരും തിരക്കിലാണ്.
ആർക്കും പണിയില്ലാതില്ല, എല്ലാവരും പണിക്കാരാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ കുറെ പേര് മീൻ പിടിക്കാൻ വേണ്ടി വൈക്കം കായലിലേക്ക് പോകും. കൊച്ചു വള്ളത്തിൽ തന്റെ വള്ളം എടുത്തോണ്ട് തുണിഞ്ഞു പോകും. നോക്ക്, കുറെ ആൾക്കാർ വന്നു. അവരുടെ വയലിൽ ഒരു പാട്ട് കേൾക്കാം, അവരുടെ നാവിൻ കുട്ടിക്ക് ഒരു പാട്ട് കേൾക്കാം. വൈക്കം കാലമേ കായൽ തിരകളേ അപ്പുറത്ത് മാറി കണ്ടോ, കുറെ സ്ത്രീകൾ നിന്ന് തൊണ്ട് തല്ലുന്നു, ചകിരി വിരിച്ചുകൊണ്ടിരിക്കുക. ചകിരി. പിന്നെ കുറച്ചുപേര് കക്ക വരുന്നു. അതിനപ്പുറത്ത് കണ്ടോ പാടം വിതയ്ക്കുന്നവർ, ഞാറ് നടുന്നവർ. അവിടെയും ഒരു പാട്ടിന്റെ ഈരടി നമുക്ക് കേൾക്കാം. നമുക്ക് ആ ഈരടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പൂഞ്ചവയിൽ ചിറയുറക്കണ തോറ്റം പാട്ട്, നെഞ്ചുരുകി പാടുന്ന മണ്ണിന്റെ മക്കളുടെ പാട്ട്. പൂഞ്ചവയിൽ ചിറയുറക്കണ തോറ്റം പാട്ട്, നെഞ്ചുരുകി പാടുന്ന മണ്ണിന്റെ മക്കളുടെ പാട്ട്. ചക്രം ചൂട്ടുന്നവർ, പാടത്തേക്ക് വെള്ളം വിടത്തിവിടുന്നവർ, കത്തികൾ നിരിക്കാൻ പോകുന്നവർ, പാടം മുഴുവൻ വിളിക്കുന്നവർ. പൂഞ്ചവയിൽ ചിറയുറക്കണ തോറ്റം പാട്ട്, നെഞ്ചുരുകി പാടുന്ന മണ്ണിന്റെ മക്കളുടെ പാട്ട്. പാട്ടിന് താഴമടിക്കണ വാനത്തെ പുലേന്റെ കരവ്, ഈ കരളിന്റെ കരളിൽ പാട്ടുണർത്തും തൂക്കിനാവ്. ആ കൊച്ചു ഗ്രാമത്തിൽ ഒരു വലിയൊരു ധനാഢ്യനുണ്ട്. അയാളുടെ പേരാണ് പൊന്നിലരയൻ. പക്ഷെ അയാളെ ശരിക്കും പറയുന്നത് ചെമ്പിലരയെന്നാ. കാരണം ചെമ്പ് ഗ്രാമം അവിടെയാണ്. മമ്മൂട്ടിയുടെ, നമ്മുടെ കലാപ്രതിഭ മമ്മൂട്ടിയുടെ സിനിമയുടെ നാട് ചെമ്പിലരയെന്നറിയപ്പെടും. ചിലർ സ്നേഹമുള്ളവർ പൊന്നിലരെന്ന് വിളിക്കും. മുക്കുവന്മാരുടെ രാജാവ്. ആ മനുഷ്യരൂപത്തിൽ ഒന്ന് കണ്ടാൽ പേടിച്ചു പോകും. നോക്ക്, അജാനബാഹുവായ ഒരു മനുഷ്യൻ. അത്രയും വലിയൊരു മനുഷ്യനെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലോ. ഈ കൂട്ടത്തിലില്ല. ഇതായിരിക്കുന്നു വെറുതെ ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കുന്നു ചെറുത്. അജാനബാഹുവായ മനുഷ്യൻ, കൊമ്പൻ മീശ, ഉണ്ടക്കണ്ണുകൾ, ഭീകര രൂപം. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പാറപ്പുറത്തി ചേർത്തിയിട്ട് അരയ്ക്കുന്നു ഒരു ശബ്ദം. അജാനബാഹുവായ മനുഷ്യൻ, അദ്ദേഹമാണ് ചെമ്പിലരയൻ. അദ്ദേഹത്തിന്റെ ഒരു ഏക മകളാണ് സൗന്ദര്യ, നമ്മുടെ ഈ കഥയിലെ നായിക. ആ പേര് പോലെ തന്നെ അവൾ സുന്ദരിയാണ്. നമുക്ക് സുന്ദരി ആണവൾ, കോമളയാണവൾ, ഒരിത്തരിപ്പിക്കുന്നവൾ. സുന്ദരിയാണവൾ, കോമളയാണവൾ, ഒരിത്തരിപ്പിക്കുന്നവൾ. മധുര17 മാതകമുറ്റത്തും മദാലസ നൃത്തം ചോട്ടുന്ന മധുര17കാരി, അവിടെ നിന്നും യൗവനത്തിലേക്ക് കാൽകുത്തി നിൽക്കുന്ന സുന്ദരി. അവളെ കണ്ടാൽ അവളുടെ ആ അങ്കലാവണത്തെ കുറിച്ച് എന്ന് വർണ്ണിച്ചാൽ, മുല്ലപ്പൂ മുട്ടുപോലുള്ള പല്ലുകൾ, മുല്ലപ്പൂ മുട്ടുപോലുള്ള പല്ലുകൾ, തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകൾ. അവളുടെ കാർകൂന്തലിലേക്ക് നോക്കിയാൽ ഒന്ന് കണ്ണെടുക്കത്തില്ല. പനങ്കുല പോലെ നീണ്ടും ചുരുണ്ട് നിവർന്ന, പനങ്കുല പോലെ നീണ്ടു ചുരുണ്ടു നിവർന്ന മുടിയിഴകൾ. എത്ര സുന്ദരമായ രൂപം! ആരും ഒന്ന് കണ്ടവൻ, ആരുമേ കണ്ട ഓദിച്ചു പോകും, ആരുമേ
ആരുമെ കണ്ട ചോദിച്ചു പോകും, ആരുമെ കണ്ട. അത്രയ്ക്ക് സൗന്ദര്യമാണ് അവൾക്ക്. പൊന്നിലെ രേഖമുകൾ ചെറുപ്പത്തിൽ തന്നെ തന്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, പിന്നെ അച്ഛൻ. പക്ഷേ അവൾ കോളേജിലാണ് പഠിക്കുന്നത്. കോളേജിൽ എവിടെയാണെന്ന് പറയും, മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക. കോളേജിലും അവൾ ഒന്നാമതാണ്. അത് സൗന്ദര്യത്തിൽ മാത്രമല്ല, പഠിത്തത്തിലും ഒന്നാമത്. മാത്രമോ സ്വഭാവത്തിലും ഒന്നാമത്. സൗന്ദര്യം പോലെ തന്നെ ഉള്ളത്. സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കേണ്ട പിന്നീടൊരിക്കലും. സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കേണ്ട പിന്നീടൊരിക്കലും. സൽസ്വഭാവത്തിന്റെ സത്യസന്ധതയുടെ പ്രതിരൂപം സുന്ദരിയായ നമ്മുടെ സൗന്ദര്യ. കോളേജിലും ഒന്നാമത്, പഠിത്തത്തിലും ഒന്നാമത്, നൃത്തകലിലും നൃത്തമാടും ചില സമ്മേളനങ്ങളിൽ. അതാണ് എല്ലാം കഴിഞ്ഞവൾ. നൃത്തമാടും ചില സമ്മേളനങ്ങളിൽ. അവൾ കോളേജിൽ പോകുമ്പോൾ എന്നും ബസ്സിനായി യാത്ര ചെയ്യുന്നത്. ആ ബസ്സിൽ എന്നും യാത്ര ചെയ്തൊരു ചെറുപ്പക്കാരൻ, സുന്ദരൻ, സുമുഖൻ, പാവപ്പെട്ട കുടുംബത്തിലെയാണ്. ഈ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത ഗ്രാമം, പൂത്തോട്ട ഗ്രാമത്തിന്റെ തൊട്ടടുത്തൊരു ഗ്രാമം, കായലോരത്തിനോട് ചേർന്ന ഗ്രാമം. ആ സുന്ദരനായ ചെറുപ്പക്കാരൻ അവന്റെ കോളേജിലേക്കാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. സുമുഖ സുന്ദരൻ. അവന്റെ രൂപസാദൃശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരനാണവൻ, കോമളനാണവൻ, കോരിത്തരിപ്പിക്കുമെവ്വനമാണവൻ, കോരിത്തരിപ്പിക്കുമെവ്വനമാണവൻ. മാത്രമോ അവന്റെ അങ്കലാവണ്യം പറഞ്ഞാൽ ചുരുണ്ട മുടിയും തുടുത്ത കവിളും ചെഞ്ചായം പൂശിയ ചുണ്ടുകളും. ചുരുണ്ട മുടിയും തുടുത്ത കവിളും ചെഞ്ചായം പൂശിയ ചുണ്ടുകളും. അത്രയ്ക്ക് സുന്ദരൻ. ആര് കണ്ടാലും ഏതൊരു പെണ്ണ് കണ്ടാലും നോക്കിപ്പോ. അത്രയും സൗന്ദര്യമാണ്. ഈ കോലം പോലെ ഒന്നല്ല. നിൽക്കുന്നുണ്ടല്ലേ, ഇതെന്ത് സൗന്ദര്യം! അപ്പുറത്തോടെ നിൽക്കുന്നില്ലേ, ഒന്നുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ആരും ഒരു നിമിഷം കണ്ട് നോക്കി നിന്നു. അവനും കോളേജിലേക്കാണ്. ഈ യാത്രയിൽ, ഈ ഒരേ ബസ്സിലെ നിരവധി തവണ കോളേജിലേക്ക് വന്ന യാത്രയിൽ ഈ രണ്ട് യുവമിഥുനങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ആ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അതൊരു പ്രണയമായി, അനുരാഗമായി, അവസാനം അത് പ്രേമത്തിന്റെ മൂർച്ഛന്ന ഭാവത്തിലെത്തി. കോളേജ് ക്യാമ്പസിൽ ഈ വിവരം പറഞ്ഞു. ഒരുപാട് പൂവാലന്മാർ വളയ്ക്കാൻ നോക്കിയതാ, വളയാത്ത സൗന്ദര്യ. പക്ഷെ ഇവന്റെ ഏതൊരു കുടുക്കിൽ വീണുപോയി. ഒരു നോട്ടത്തിൽ അവരിന്ന് ഇണക്കിളികളെ പോലെ ഇപ്പൊ കോളേജ് ക്യാമ്പസിൽ പാറിയതൊക്കെയാണ്. അവരുടെ പ്രേമമെല്ലാവരും പറഞ്ഞു. അസൂയമുണ്ട്. അവിടുത്തെ പൂവാലന്മാർ, കോളേജിലെ പൂവാലന്മാർ പറഞ്ഞു, ഭാഗ്യവാൻ, സൗഭാഗ്യവാൻ, സുന്ദരിയായ പെണ്ണിനെ എത്രയോ പ്രാവശ്യം ഞങ്ങളൊന്ന് കിടക്കുന്നു പറഞ്ഞു. എത്രയോ പ്രാവശ്യം അനുരാഗത്തിന്റെ ആ മുത്തുവിടുതൽ കൊടുത്തു. പക്ഷെ അവൾ ഞങ്ങളോടൊന്നും എടുത്തില്ല. നീ ഭാഗ്യവാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. നീ സ്നേഹിക്കുകയാണെങ്കിൽ പരസ്പരം ഒന്നായി ചേരണമല്ലെങ്കിൽ പ്രേമിക്കരുതാരും. പ്രേമിക്കുകയാണെങ്കിൽ പരസ്പരം ഒന്നായി ചേരണമല്ലെങ്കിൽ സ്നേഹിക്കരുതാരും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഒന്നായി ചേർന്നോണം. കോളേജ് ക്യാമ്പസിലെ അവരുടെ ആ ലൈഫിൽ അസൂയാക്കൾ നോക്കി. പിന്നീട് അവിടുന്ന് കാലത്തിന്റെ കരവിരുത് കാട്ടിക്കാർ ഒരു ദിവസങ്ങൾ കടന്നുപോയി. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. സ്നേഹത്തിന്റെ അളവ് കൂടി ഒന്ന് കാലം കടന്നപ്പോൾ മൂർച്ഛിച്ചു. ഈ സ്നേഹം കോളേജ് ക്യാമ്പസിൽ നിന്നതാ കൊച്ചിക്കായലിന്റെ തീരത്തുള്ള പാർക്കിൽ, ഐസ്ക്രീം പാർലറിൽ, എവിടെയൊക്കെ വെച്ച് അവരെ തമ്മിൽ കണ്ടുമുട്ടി. പല ദിവസവും ഒരു ക്ലാസ് കട്ട് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, സിനിമ തിയേറ്ററിൽ പോകുന്നു. എന്തെല്ലാം പ്രശ്നമില്ല.
അവിടെ എല്ലാം വെച്ച് ഇവിടെ കണ്ടുമുട്ടി. ഈ സംഭവം പൊന്നിലറിയുടെ കാതുകളിൽ പറഞ്ഞത് കോമണ്ടലറി ആരുടെ എന്ത് ഞാൻ കേൾക്കുന്ന സത്യമായി എന്റെ മകൾ, ഞാൻ സ്നേഹിനെ സ്നേഹിക്കുന്ന എന്റെ മകൾ, ഞാൻ ആഗ്രഹിക്കുന്ന അവളെ എവിടെ വരെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പൊന്നുമോൾ വേറൊരുത്തിന് സ്നേഹിക്കുന്നു. ആരാണ് ഞാൻ സമ്മതിക്കത്തില്ല. കെട്ടി അരിഞ്ഞ് ഞാൻ ഈ കായലിൽ കെട്ടിത്തോത്തുവാനെ വിടില്ല. അവൻ കൊണ്ട് അവളെ അലറി വിളിച്ചു. അവൾ വിളിച്ചു, സൗന്ദര്യ ഇറങ്ങി വാടി ഇവിടെ. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് സത്യമാണ്. അതെ അതെ അച്ഛ, നീ ഒരു പുരുഷനെ സ്നേഹിക്കുന്നുള്ളത് ശരിയാണോ? അതെ അച്ഛ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്യാമിനെ സ്നേഹിക്കുന്നു. സ്നേഹം ഒരു തെറ്റാണോ അച്ഛോ? ഞാൻ ആരാണ് നിനക്ക് മനസ്സിലായോ? എന്റെ നിലയും വിലയും എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? എന്നിട്ട് നീ പൊതുവശം പഠിക്കുന്നത് പീറ ചെറുക്കനെ സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ പൊന്നിയറിയുടെ മകൾ? വേണ്ട, ഇത് ഞാനിവിടെ സമ്മതിക്കില്ല. അദ്ദേഹം അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു, വലിച്ചയച്ചുകൊണ്ട് ആ കൊട്ടാരത്തിന്റെ ഇരുളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി നീ വെളിച്ചം കാണണ്ട, ഇനി നീ കോളേജിൽ പോകണ്ട, നിന്റെ വിദ്യാഭ്യാസം ഇവിടെ കൊണ്ട് മതിയാക്കി. അവൾക്കൊരു തൊഴി ഏൽപ്പിച്ചു കൊടുത്തു, പങ്കജം. ആ രാത്രി അവൾ കരഞ്ഞു കരഞ്ഞു കലങ്ങി കണ്ണുകൾ. അവൾ പൊട്ടിക്കരഞ്ഞു, ഈശ്വര ഈ ഇരുളാറാണ് എനിക്ക് രക്ഷിക്കണം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ശ്യാമിനെ ഒരു ഒന്ന് കാണണം. ഞാനിവിടെ തടവിലാണെന്നൊന്ന് അറിയണം. അന്ന് പതിര രാത്രി കടന്നു പോയി, പാതിര പൂക്കൾ അടന്നു വീണു, പാതിര രാത്രി കഴിഞ്ഞു പോയി, പാതിര പൂക്കൾ അടന്നു വീണു, പാതിര കോഴി തിടഞ്ഞു പോയി.